സ്വാഗതം. നമുക്ക് പരിശുദ്ധ അമ്മയോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞ വചനം ലൂക്ക 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമ്മൾ അസാധ്യമെന്ന് കരുതുന്ന കാര്യം ദൈവം എത്രയും പെട്ടെന്ന് സാധിച്ചു തരും. നമ്മൾ വിശ്വാസത്തോടെ നിരന്തരം പ്രാർത്ഥിച്ചാൽ മതി. അതിനൊരു ഉദാഹരണമുണ്ട്. ജസ്ന എന്നൊരു പെൺകുട്ടി 9 പ്രാവശ്യം OET എക്സാം എഴുതി. 9 പ്രാവശ്യവും അവൾ തോറ്റുപോയി. അങ്ങനെ ഇരിക്കവേ അവളുടെ അമ്മയുടെ ചേച്ചിയുടെ മോൻ ഒരച്ഛനാണ്. അച്ഛൻ അവിടെ ചെന്നപ്പോൾ അവൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ? ദൈവം എന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം 1-2 പ്രാവശ്യമൊക്കെ എഴുതിയപ്പം അവർ പാസ്സായി, അവർ വിദേശത്തൊക്കെ പോയി, അവർക്ക് നല്ല ജോലിയായി. ഞാൻ മാത്രം ഇങ്ങനെ തേരാപ്പാര ഈ OET എഴുതി ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നീ ഒന്നുകൂടെ എഴുത്. അച്ഛൻ എന്നിട്ട് ഈ വചനം പറഞ്ഞു, ദൈവത്തിന് ഒന്നും അസാധ്യം അല്ല. ലൂക്ക 1:37 വചനം. അവൾ ഏതായാലും അച്ഛൻ പറഞ്ഞതല്ലേ, ഒന്നുകൂടി ഒന്ന് പരിശ്രമിച്ചേക്കാം എന്ന് പറഞ്ഞു. മാത്രവുമല്ല, പരിശുദ്ധാത്മാവളെ തൊട്ടു. അങ്ങനെ അവൾ ഒന്നുകൂടി പ്രിപ്പയർ ചെയ്ത് ഫീസൊക്കെ അടച്ച് അവൾ എക്സാം എഴുതി. ആ എക്സാമിൽ അവൾ പാസ്സായി എന്ന് മാത്രവുമല്ല, അവൾ വിദേശത്ത് പോവുകയും അവിടെ ചെന്ന് അവിടെ ഒരു ടെസ്റ്റ് എഴുതി. അതിലവൾക്ക് നല്ല മാർക്ക് കിട്ടി. അവൾക്ക് ഗവൺമെൻറ്റിൽ എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി അവൾക്ക് ഗവൺമെൻറ് ജോലി റിട്ടയർ ആകുമ്പോൾ PF എല്ലാം. അപ്പം അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. അച്ഛനെ ഫോൺ ചെയ്ത് അച്ഛനോട് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ദൈവത്തിന് നന്ദി പറഞ്ഞു, അവളും ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്നിട്ട് അവൾ പറഞ്ഞു, വെറുതെയല്ല ദൈവം വൈകിപ്പിച്ചത്, എനിക്ക് ഏറ്റവും നല്ലത് തരാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്നെ വൈകിപ്പിച്ചത്. അതുകൊണ്ട് ദൈവമേ നന്ദി എന്നും പറഞ്ഞ് അവൾ നന്ദിയും സ്തുതിയെല്ലാം പറഞ്ഞ് അങ്ങനെ അവൾ ഗവൺമെൻറ്റിൽ ജോലി ചെയ്തു. ഇതാണ്, ദൈവത്തിന് എല്ലാം സാധിക്കും. നമ്മളോർക്കും എന്ത് ഭയങ്കര പ്രശ്നമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, ഇതൊന്നും എനിക്ക് പറ്റിയല്ല, ഞാൻ വല്ല ആത്മഹത്യ ചെയ്യാൻ പോവാണ്, ഞാൻ ജീവിതം ഉപേക്ഷിക്കാൻ പോവാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ എത്ര വലിയ പ്രശ്നങ്ങളായാലും ദൈവം അത് നമുക്ക് സാധിച്ചു തരും. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്നല്ലേ കർത്താവിൻ്റെ വചനം പറയുന്നത്. നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കണം. പ്രത്യാശ കൈവിടാതെ, നിരാശപ്പെടാതെ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് എല്ലാം സാധിക്കും. എന്ത് കാര്യം ദൈവത്തിന് സാധിക്കും. അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന എല്ലാ കാര്യവും ദൈവം സാധിച്ചു തരും. ഞാനീ കേൾക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ദൈവത്തിന് മഹത്വം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ